ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്ത് SIT പരിശോധന പൂർത്തിയായി. SP S ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ഇന്നലെ പ്രഭാമണ്ഡലം ഇളക്കിയെടുത്ത് പ്രത്യേക മുറിയിലേക്ക് മാറ്റി. ശ്രീകോവിലിലെ കട്ടിളപ്പാളിയുടെ ഭാഗങ്ങളും ഇളക്കിയെടുത്തു. പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ വെച്ച് സ്വർണ്ണത്തിന്റെ തൂക്കം ഉൾപ്പെടെ തിട്ടപ്പെടുത്തിയിരുന്നു. VS വിഷ്ണു വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, എന്താണ് SIT അവിടെ പരിശോധിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT നടത്തിയ പരിശോധന പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതിന്റെ പിന്നാലെയാണ് SIT സംഘം എത്തി പരിശോധന ആരംഭിച്ചത്. ശബരിമല ശ്രീകോവിലിനോട് ചേർന്നുള്ള പ്രഭാമണ്ഡലവും അതുപോലെ തന്നെ കട്ടളപ്പാളിയുടെ കുറച്ചു ഭാഗവും കൂടിയാണ് ഇന്നലെ SIT സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കഴിഞ്ഞ ഏപ്രിൽ SIT സംഘം ശബരിമലയിലെത്തി വലിയ സാമ്പിളുകൾ അടക്കം ശേഖരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. അന്ന് ഈ പറയുന്ന പ്രഭാമണ്ഡലം അടക്കമുള്ള കാര്യങ്ങൾക്ക് SITക്ക് പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവസാന റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുന്ന മുമ്പ് SIT സംഘം ശബരിമലയിൽ എത്തിയതും ഇതുപോലെ അന്വേഷണം നടത്തുന്നതും ഈ പറയുന്ന ദേവസ്വം ഓഫീസിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിലായിരുന്നു ഈ പറയുന്ന പരിശോധനകൾ ഉൾപ്പെടെ കാര്യങ്ങൾ നടന്നത്. ഇന്നലെ പിതൃമാസ പൂജകൾക്കായി ശബരിമല നട തുടർന്നിരുന്നു. എത്രയും വേഗം തന്നെ റിപ്പോർട്ട് നൽകാൻ കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നപ്പോൾ SIT തലവൻ S ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം ശബരിമല സന്നിധാനത്തെത്തുന്നതും നട തുറക്കുന്നതിന് മുൻപ് പരിശോധന നടത്തുന്നതും ഇന്നലെ തന്നെ പ്രഭാമണ്ഡലവും അതുപോലെ കട്ടളപ്പാളിയുടെ താഴെയുള്ള ഭാഗവും ഇടയ്ക്ക് പ്രത്യേകം സജ്ജീകരിച്ച ആ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ സജ്ജീകരിച്ച വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി. തുടർന്ന് ഈ പരിശോധനകൾ ഇന്നും രാവിലെയും നീണ്ടു നിന്നു. തുടർന്ന് ഇപ്പോൾ പരിശോധനകളെല്ലാം അവസാനിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഇളക്കി മാറ്റിയ പ്രഭാമണ്ഡലവും ഈ കട്ടളപ്പാളിയുടെ പകുതി ഭാഗവും തിരിച്ചു സ്ഥാപിക്കുക എന്നുള്ള നടപടി മാത്രമാണ് ഉള്ളത്. തന്ത്രിയുടെ ഉൾപ്പെടെയുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം തന്നെ ഇത് തിരിച്ചു സ്ഥാപിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളുണ്ട്. എത്രയും വേഗം തന്നെ പ്രഭാമണ്ഡലം തിരിച്ച് സ്ഥാപിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ നടപടിയിലേക്കായിരിക്കും SIT കടക്കുക.